എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാം എന്നായിരിക്കും നടക്കുക, നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വിളിക്കുക എന്ന് നമുക്ക് ദിനം പ്രതിയായി കൂടുതലായിട്ടും കമൻറ്റുകളും അല്ലാതെയൊക്കെ നമുക്കിപ്പോൾ വാട്സപ്പിലായാലും നമുക്ക് ഒരുപാടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വിളിക്കുക എന്നുള്ള വിവരവുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് മാറിപ്പോയതാണ്, വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സപ്ലിമെൻ്ററി എക്സാം എന്നായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വിളിക്കുക എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരത്തിൽ തന്നെ എന്തായാലും ഉണ്ടാകും. കാരണം നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിന് മുമ്പ് നിങ്ങൾ ഒന്നുകൊണ്ട് പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കുന്ന സംശയമാണ്, സാർ സെക്കൻഡ് സെമ്മിനൊപ്പം വരുമോ, ഇനി സെക്കൻഡ് സെമ്മ് കഴിയേണ്ടി വരുമോ, അല്ലെങ്കിൽ അതിന് മുമ്പ് നടത്തുമോ എന്നൊക്കെ. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ, കേരള, കാലിക്കറ്റ്, അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ ലഭിച്ചിരുന്നത്, നിങ്ങൾ FIUGPൻ്റെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നുള്ള ഒരു സർക്കുലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ 45 ദിവസത്തിനകം ഏതാണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 1.5 മാസത്തിൽ 45 ദിവസം, ഇപ്പം 45 ദിവസം എന്ന് പറയുമ്പോൾ എത്രയാണ്, ഏതാണ്ട് 1.5 മാസം, 2 മാസം ആകുമ്പോൾ 60 ദിവസമാകും. 60 ദിവസമാണ്, ഒരു മാസം 30 അല്ലെങ്കിൽ 31 ദിവസമാണ്. ഈ 45 ദിവസം എന്ന് പറയുമ്പം ഏതാണ്ട് 1.5 മാസത്തെ പീരീഡാണ് ഈ 45 ദിവസത്തിൽ വരുന്നത്. അപ്പോൾ ഈ 45 ദിവസം, അപ്പോൾ നിങ്ങളുടെ FIUGPയുടെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് എപ്പോഴാണ് വന്നത്? ഡിസംബർ മാസം 30-ാം തീയതി വന്നത്. ഡിസംബർ മാസം 30-ാം തീയതിയാണ് FIUGPയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് ഡിസംബർ മാസം 30-ാം തീയതിയാണ് വന്നത്. അപ്പോൾ ഈ ജനുവരി മാസം 30 ആകുന്നതിൽ കൂടി ഒരു മാസം ആകുന്നതാണ്, 30 ദിവസം. ജനുവരി മാസം 30 ആകുമ്പോഴത്തേക്കും കൃത്യം 30 ദിവസം മാത്രമാണ് ആകുക. പിന്നെയും 15 ദിവസത്തോളം കിടക്കുന്നുണ്ട്. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി എക്സാം വിളിക്കണമെന്നാണ് ഓർഡർ ഉള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. ആ കണക്കിന് വെച്ച് നമ്മൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ ധൃതി പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനിയും ഒട്ടേറെ സമയങ്ങളുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കൊള്ളുക എന്ന് ഓർത്തിരിക്കുക. റിസൾട്ടല്ല, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകും. നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വിളിക്കാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഈ മാസം അവസാനത്തിൽ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ, ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ തിരക്കൊന്നും പിടിക്കേണ്ട, എന്തായാലും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. FIUGPയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി നോട്ടിഫിക്കേഷൻ. ഇത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്, ഇംപ്രൂവ്മെൻ്റ് എക്സാം ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന്. സപ്ലിമെൻ്ററി പരീക്ഷ 45 ദിവസത്തിനകം നടത്തണമെന്നായിരുന്നു ഓർഡർ. എന്നാൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതിപാദനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിന് കാരണമായിട്ട് പറയുന്നത്, ഇപ്പോൾ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നായിരുന്നു. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് സർവകലാശാലയായിരിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങളുടെ 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. നിങ്ങൾ ഡിസ്റ്റൻസ് ആയാലും നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും 3 വർഷ വിദ്യാർത്ഥികളുണ്ട്. അതായത് നിങ്ങൾക്ക് മുമ്പേ, ഇപ്പോൾ കോളേജിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കറിയാം നിങ്ങളുടെ സീനിയേഴ്സായി പഠിക്കുന്ന സെക്കൻഡ് ഇയേഴ്സും അതുപോലെ തന്നെ തേർഡ് ഇയേഴ്സും അവർക്കൊരു സെമിസ്റ്റർ, ഇപ്പോൾ അവരുടെ 3-ാം സെമിസ്റ്റർ റിസൾട്ട് എന്ത് ചെയ്തു, ഇന്നലെ വൈകിട്ട് പ്രസിദ്ധീകരിച്ചു. അവർക്കിനി എപ്പോഴാണ് സപ്ലി എക്സാം? 45 ദിവസത്തിനകം സപ്ലി ഇല്ല. അതായത് നിങ്ങളുടെ FIUGP വിദ്യാർത്ഥികൾക്ക് 45 ദിവസത്തിനകം സപ്ലി എന്ന പോലെ ഇപ്പോൾ
ഇന്നലെ വൈകിട്ട് 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് വന്നു. അവർക്കിനി എപ്പോഴാണ് സപ്ലി? അടുത്ത 3ാം സെമസ്റ്റർ. നിങ്ങൾ എപ്പോഴാണോ ഇപ്പോൾ FIUGPയുടെ 1ാം സെമസ്റ്റർ വിദ്യാർത്ഥികളായ നിങ്ങൾ എപ്പോഴാണോ 3ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നത്, ഇനി ഇന്നലെ പ്രസിദ്ധീകരിച്ചു 3ാം സെമസ്റ്ററിൻ്റെ റിസൾട്ട്. അപ്പോൾ അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സപ്ലി വന്നിട്ടുണ്ടാകാം. അവർക്ക് ഇനി സപ്ലി എഴുതണമെങ്കിൽ നിങ്ങളുടെ ഒപ്പം, നിങ്ങൾ 3ാം സെമസ്റ്റർ എഴുതുന്നതിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. കാരണം അവർക്ക് ഇതുപോലെ 45 ദിവസത്തിനകം എന്നൊരു നിയമമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. അന്നേരം സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം, അന്നേരം എന്തിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളെ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അങ്ങനെ സാധാരണ വർഷം പോലെ അങ്ങനെ നടത്തുന്ന സ്ഥിതിക്ക്, സാധാരണ വർഷം സപ്ലി വന്നു കഴിഞ്ഞാൽ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. അങ്ങനെയുള്ള ഗതിയിൽ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമല്ല ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും ആ കൂട്ടത്തിൽ നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് സർവകലാശാലകളായിരിക്കും. ആ കൂട്ടത്തിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർവകലാശാലകളായിരിക്കും. എന്തായാലും സപ്ലിമെൻ്ററി എക്സാം 45 ദിവസത്തിനകം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ സപ്ലിമെൻ്ററിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് 100% ഉറപ്പാണ്. എന്നാൽ ഇംപ്രൂവ്മെൻ്റ് നോട്ടിഫിക്കേഷൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത്, ഇംപ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമാണ് പറയാൻ സാധിക്കുക. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.